ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ യൂണിറ്റ് 7 സേറാസ് ഡേ ഔട്ട്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 7. നമ്മുടെ യൂണിറ്റ് 7 ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, എന്താ ചാപ്റ്ററിന്റെ പേരെന്താണ്? സേറാസ് ഡേ ഔട്ട്. ഓക്കെ, സേറ എന്ന് പറയുന്നത് നെയിം ആണ്, ഒരു കുട്ടിയുടെ പേരാണ്. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഈ കുട്ടിയുടെ പേരാണ് സേറ. ഈ കാണുന്ന ഗേളിന്റെ പേരാണ് സേറ. അപ്പോൾ നോക്കൂ, സേറ ഇവിടെ കട്ടിലിൽ ഇരിക്കുകയാണ് അല്ലെ. എന്താ ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്? ഒരു കട്ടിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സേറ കട്ടിലിൽ ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് വോളിൽ എന്തൊക്കെയാ ഉള്ളത്? ചുമരിൽ എന്തൊക്കെയാ തൂക്കിയിട്ടിരിക്കുന്നത്? ക്ലോക്ക് ഉണ്ട്, കലണ്ടർ ഉണ്ട്. ഇവിടെ നോക്കൂ, ബെഡിന്റെ സൈഡിലായിട്ട് എന്താ വെച്ചിരിക്കുന്നത്? ഇവിടെ നോക്കൂ, എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ പറഞ്ഞ പേരാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ആരാണത് ഉപയോഗിക്കുക? നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് ക്രച്ചസ് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ സേറയുടെ ആണ് ഈ ക്രച്ചസ്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സേറ ഫ്രം ദ പിക്ചർ? ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സേറയെ കുറിച്ച് എന്താണ് മനസ്സിലാവുന്നത്? സേറയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെ. അപ്പൊ സേറ ക്രച്ചസ് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്റർ റീഡ് ചെയ്യാം. അപ്പൊ സേറാസ് ഡേ ഔട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഈ സേറയുടെ കഥയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. റീഡ് ചെയ്ത് നോക്കിക്കേ. സേറ വാസ് വെയിറ്റിംഗ് ഫോർ ഹെർ എൽഡർ ബ്രദർ യൂസഫ്. വൈ ഈസ് ഹി ഗെറ്റിംഗ് ലേറ്റ്? ഷീ തോട്ട്. അപ്പൊ സേറ ആരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്? ആരെ കാത്തിരിക്കുകയാണ്? അവളുടെ എൽഡർ ബ്രദറിനെ. ആരാണ് എൽഡർ ബ്രദർ എന്ന് വെച്ചാൽ? ചേട്ടൻ. ഓക്കെ, സേറയുടെ ചേട്ടനെ, അതായത് മൂത്ത ജ്യേഷ്ഠനാണ് നമ്മൾ എൽഡർ ബ്രദർ എന്ന് പറയാ. മൂത്ത ജ്യേഷ്ഠനെ അല്ലെങ്കിൽ ചേട്ടനെ നമ്മൾ പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? എൽഡർ ബ്രദർ എന്ന് പറയും. അപ്പൊ സേറയുടെ എൽഡർ ബ്രദർ ആണ് യൂസഫ്. അപ്പൊ യൂസഫിനെ കാത്തിരിക്കുകയാണ് സേറ. സേറ എന്താ ആലോചിക്കുന്നത്? എന്താ? വൈ ഈസ് ഹി ഗെറ്റിംഗ് ലേറ്റ്? എന്താണ് അവൻ വരാൻ വൈകുന്നത്? എന്താണ് നമ്മൾ ആലോചിക്കുകയാണ്. വൈ ഈസ് ഷീ വെയിറ്റിംഗ് ഫോർ ഹെർ ബ്രദർ? എന്തിനാണ് അവൾ അവളുടെ ബ്രദറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഇവിടെ നോക്കൂ, എന്താണ്? നമ്മുടെ യൂസഫ് വന്നിട്ടുണ്ട്. ഇതാണ് യൂസഫ്. അപ്പൊ യൂസഫ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ യൂസഫ് വന്ന ഉടനെ എന്താ പറയണത്? ഹായ് സേറ. സേറ turned and looked. It was Yusuf, her brother. You have come, she said. Close your eyes. I have a surprise for you, Yusuf said. അപ്പൊ നമ്മുടെ യൂസഫ് വന്നിട്ട് എന്ത് പറയണ? ഹായ് സേറ എന്ന് പറഞ്ഞു. അപ്പൊ സേറ തിരിഞ്ഞു നോക്കണം അല്ലെ. എന്നിട്ട് എന്താ ചോദിക്കണം? അപ്പൊ ആരായിരുന്നു വന്നത്? നമ്മുടെ സേറയുടെ ബ്രദർ യൂസഫ് വന്നിരിക്കുന്നത്. അപ്പൊ നീ വന്നോന്ന് സേറ ചോദിക്കുകയാണ്. നമ്മുടെ യൂസഫ് വന്ന ഉടനെ എന്താ പറയണത്? ക്ലോസ് യുവർ ഐസ്. എന്താ പറയാ? കണ്ണുകൾ അടയ്ക്കൂ. നീ നിന്റെ കണ്ണുകൾ അടയ്ക്കൂ, എനിക്കൊരു സർപ്രൈസ് കാണിക്കാനുണ്ട്, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് നമ്മുടെ യൂസഫ് പറയാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ യൂസഫ് സേറയ്ക്ക് കൊണ്ടുവന്ന സർപ്രൈസ്? എന്തായിരിക്കും? വാട്ട് കുഡ് ബി ദി സർപ്രൈസ് ബി? നോക്കി, നെക്സ്റ്റ് പേജ് നോക്കൂ. എന്താ സർപ്രൈസ്? യൂസഫ് പ്ലേസ്ഡ് എ പീകോക്ക് quill on Sarah's lap. Wow, how beautiful! Is it for me? Lovely, Sarah said, touching the quill softly. You know, I got this from the riverside. There are many peacocks in the bushes near the river, said Yusuf. അപ്പൊ എന്തായിരുന്നു നമ്മുടെ യൂസഫ് സേറയ്ക്ക് കൊണ്ടുവന്ന സർപ്രൈസ്? എന്താണ്? ഒരു മയിൽപ്പീലിയാണ് അല്ലെ. എല്ലാവരും കണ്ടിട്ടില്ലേ? മയിൽപ്പീലി കണ്ടിട്ടില്ലേ? അത് മയിൽപ്പീലിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയാ? പീകോക്ക് ക്വിൽ എന്ന് പറയുക. അപ്പൊ നമ്മുടെ യൂസഫ് എന്ത് ചെയ്തു? അവൻ കൊണ്ടുവന്ന മയിൽപ്പീലി നമ്മുടെ സേറയോട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അവള് കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു യൂസഫ്? അവൻ കൊണ്ടുവന്ന മയിൽപ്പീലി സേറയുടെ മടിയിൽ വെച്ചു. അപ്പൊ അവൾ എന്ത് ചെയ്തു? കണ്ണുകൾ തുറന്ന് നോക്കുകയാണല്ലേ. എന്തൊരു മനോഹരമായിട്ടുണ്ട്. വൗ, ഹൗ ബ്യൂട്ടിഫുൾ. ഈസ് ഇറ്റ് ഫോർ മീ? ഇത്ര മനോഹരമായിട്ടുണ്ട്, ഇത് എനിക്കാണോ എന്ന് ചോദിച്ചിട്ട് അവൾ എന്ത് ചെയ്യാണ്? പതുക്കെ മയിൽപ്പീലി തഴുകുകയാണ്. യു നോ, ഐ ഗോട്ട് ദിസ് ഫ്രം ദ റിവർ സൈഡ്. അപ്പൊ എവിടെ നിന്നാണ് യൂസഫിന് മയിൽപ്പീലി കിട്ടിയത്? റിവർ സൈഡിൽ നിന്ന് അല്ലെ. പുഴക്കരയിൽ നിന്ന് കിട്ടിയതാണ്. അതായത് പുഴയുടെ സൈഡിൽ നിന്നും കിട്ടിയതാണ് നമ്മുടെ മയിൽപ്പീലി. അപ്പൊ അതാണ് നമ്മുടെ യൂസഫ് സേറയ്ക്ക് കൊണ്ടുവന്നത്. ഇതെന്താ യൂസഫ് പറയണത്? ദർ ആർ മെനി പീകോക്സ് ഇൻ ദ ബുഷസ് നിയർ ദ റിവർ. അപ്പൊ നമ്മുടെ പുഴയുടെ തീരത്ത് നിറയെ കുറ്റിക്കാടുകളുണ്ട്, ബുഷസ് ഉണ്ട്. അപ്പൊ അതിന്റെ അവിടെയൊക്കെ എന്തുമുണ്ട്? നിറയെ മയിലുകളുമുണ്ട്. ആ ചെടികളുടെ അടുത്ത് നിറയെ മയിലുണ്ട്. പുഴയുടെ തീരത്ത് ഒരുപാട് മയിലുണ്ടെന്ന് പറയുകയാണ് പുഴക്കരയില്. ഹാവ് യു സീൻ എ പീകോക്ക് ക്വിൽ? നിങ്ങൾ എപ്പോഴെങ്കിലും പീകോക്ക് ക്വിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? മയിൽപ്പീലി കണ്ടിട്ടില്ലേ? വാസ് ഇറ്റ് എ ബ്യൂട്ടിഫുൾ വൺ? അത് എങ്ങനെ കാണാൻ മനോഹരമാണോ മയിൽപ്പീലി കാണാൻ? തീർച്ചയായിട്ടും അല്ലേ. അതെ, യെസ്. നോക്കൂ, നെക്സ്റ്റ് എന്താ സംഭവിച്ചത്? Peacocks, can we see them? Sarah asked. Sure. Yusuf came near Sarah and said, I will take you to the riverside. We can see peacocks there. Will mother allow me to go out? Asked Sarah. അപ്പോൾ നമ്മുടെ യൂസഫ് എന്ത് പറയണ? പുഴയുടെ സൈഡിൽ നിറയെ പീകോക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സേറയ്ക്ക് ഒരു മോഹം. എന്താണ്?
പീകോക്സിനെ കാണണം അല്ലേ? അപ്പൊ സേറ ചോദിക്കുകയാണ് എനിക്ക് കാണാൻ പറ്റുമോ, പീകോക്സിനെ എനിക്കും കാണാൻ പറ്റുമോ എന്ന് സേറ ചോദിക്കുകയാണ്. അപ്പൊ യൂസഫ് എന്ത് ചെയ്തു, പതുക്കെ സേറയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും അല്ലേ, ഞാൻ കൊണ്ടുപോകാം, ഐ വിൽ ടേക്ക് യു ടു ദ റിവർ സൈഡ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ നിന്നെ കൊണ്ടുപോകാം, നമുക്ക് മയിലുകൾ കാണാം എന്ന് പറയാണ്. അപ്പൊ സേറ ചോദിക്കുകയാണ് അതിന് എന്നെ അമ്മ പുറത്തു പോകാൻ സമ്മതിക്കോ, കാരണം സേറയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്യും, ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ, അതാണ് സേറ ചോദിക്കുന്നത്. വിൽ മദർ അലോ മീ ടു ഗോ ഔട്ട്, അമ്മ എന്നെ പുറത്തു പോവാൻ സമ്മതിക്കുമോ എന്ന് സേറ ചോദിക്കുകയാണ്. ഡു യു തിങ്ക് സേറ ക്യാൻ സീ ദ പീകോക്സ്, വിൽ മദർ അലോ ഹെർ ടു ഗോ ടു ദ റിവർ സൈഡ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സേറയ്ക്ക് പീകോക്സിനെ കാണാൻ കഴിയുമോ, അമ്മ അവളെ പുറത്തു പോവാൻ, അതായത് റിവർ സൈഡിൽ പോകാൻ അമ്മ സമ്മതിക്കുമോ? നോക്കി നെക്സ്റ്റ് പേജ് നോക്കൂ. നെക്സ്റ്റ് പേജിൽ നമ്മുടെ സേറയുടെയും യൂസഫിന്റെയും മദർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അമ്മ എന്താ പറയണത് നോക്കൂ. ഹൗ ക്യാൻ യു ടേക്ക് ഹെർ ടു ദ റിവർ സൈഡ്, മദർ ആസ്ക്ഡ്. Mother, my friends are ready to help us, said Yusuf. Please, mother, Sarah pleaded. Okay, my dear. Mother sat on Sarah's bed and kissed her. Yusuf, you should take care of her, mother said. അപ്പൊ ഇതെല്ലാം കേട്ട് അമ്മ എന്താ പറയുന്നത്, എന്താ അവർ അമ്മയോട് ചോദിച്ചു അല്ലേ. അപ്പൊ അമ്മ എന്താ പറയണത്, എന്താ ഹൗ ക്യാൻ യു ടേക്ക് ഹെർ ടു ദ റിവർ സൈഡ്, ആരോടാ ചോദിക്കുന്നത്, യൂസഫിനോട് ചോദിക്കുകയാണ്. നീ എങ്ങനെ അവളെ റിവർ സൈഡ് കൊണ്ടുപോകും, പുഴയുടെ കരയിലേക്ക് എങ്ങനെ നീ കൊണ്ടുപോകും അവളെ എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പൊ യൂസഫ് എന്താ പറയണത്, അമ്മേ എന്റെ ഫ്രണ്ട്സ് ഞങ്ങളെ സഹായിക്കും, മൈ ഫ്രണ്ട്സ് ആർ റെഡി ടു ഹെൽപ്പ് us, എന്റെ ഫ്രണ്ട്സ് സഹായിക്കും എന്ന് യൂസഫ് പറയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് സേറ എന്താ പറയണത്, അമ്മയോട് പോവാൻ വേണ്ടി, പുറത്തു പോകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കണില്ലേ, എന്നെ ഒന്ന് പുറത്തു വിടൂ. അതായത് പുറത്തു പോവാ വെച്ച് എവിടേക്കാണ്, പുഴയുടെ കരയിലേക്ക് പോകാൻ അമ്മയോട് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പൊ സേറയും എന്ത് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ് അല്ലെ. പ്ലീഡഡ് എന്ന് വെച്ചാൽ അപേക്ഷിക്കുകയാണ്, പ്ലീസ് മദർ എന്ന് പറയുകയാണ് അല്ലെ സേറ. അപ്പൊ അമ്മ ഇതെല്ലാം കേട്ട് അമ്മ എന്ത് പറഞ്ഞു, സമ്മതിച്ചു. അമ്മ നമ്മുടെ സേറയെ പുറത്തു പോകാൻ സമ്മതിച്ചു, റിവർ സൈഡ് പോകാൻ വേണ്ടി സമ്മതിച്ചു. ഓക്കെ മൈ ഡിയർ എന്ന് പറഞ്ഞു അല്ലെ. അമ്മ പറഞ്ഞു ഓക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യണത്, അമ്മ ബെഡിൽ വന്നിരുന്നിട്ട് സേറയെ കിസ് ചെയ്യാണ്, സേറയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, യൂസഫിനോട് എന്ത് പറഞ്ഞു, യൂസഫ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹെർ, യൂസഫ് നീ വേണം അവളെ ശ്രദ്ധിക്കാൻ എന്ന് അമ്മ പറയുകയാണ്. ഹൗ വിൽ യൂസഫ് ഫ്രണ്ട്സ് ഹെൽപ്പ് സേറ, അപ്പൊ എങ്ങനെയായിരിക്കും യൂസഫിന്റെ ഫ്രണ്ട്സ് സേറയെ ഹെൽപ്പ് ചെയ്യുക. ഈ സേറ ഹാപ്പി നൗ, വൈ, ഇപ്പൊ സേറ ഹാപ്പി ആയിട്ടുണ്ടാവോ, തീർച്ചയായിട്ടും അല്ലെ. എന്തുകൊണ്ടാണ്, സേറയ്ക്ക് മയിലുകളെ കാണാൻ പോവാൻ അമ്മ പെർമിഷൻ കൊടുത്തു, അതായത് റിവർ സൈഡ് പോകാൻ വേണ്ടിയിട്ട്, പുഴയുടെ കരയിൽ പോകാൻ അമ്മ സമ്മതിച്ചു. അപ്പൊ സേറ വളരെയധികം ഹാപ്പി ആയി. നെക്സ്റ്റ് പേജ് നോക്കിക്കേ, ഇതാണ് നമ്മുടെ യൂസഫിന്റെ ഫ്രണ്ട്സ്. ഈ ചിത്രത്തിൽ ആരെയൊക്കെ കാണുന്നത്, യൂസഫ് ഉണ്ട്, യൂസഫിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവരുടെ പേരെന്താ നോക്കാം. പിന്നെ നോക്കൂ, അതിലൊരു കുട്ടി എന്താ കയ്യിലെടുത്തുകൊണ്ട് വരുന്നത്, ഈ സംഭവം എന്താ, നമ്മൾ എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ, ഇതിനെ പറയുന്ന പേരാണ് വാക്കർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ പേജിൽ ക്രച്ചസ് കണ്ടു അല്ലെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ക്രച്ചസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ഈ വാക്കർ. നമുക്ക് റീഡ് ചെയ്യാം. We have got it, Yusuf's friends Unni and Viji came running. What is this? Yusuf asked. This is a walker. Doctor uncle gave this to us. Sarah can walk using this, said Unni. Thank you friends, Yusuf said. അപ്പൊ നമ്മുടെ യൂസഫിന്റെ ഫ്രണ്ട്സ് ആണ് ഉണ്ണിയും വിജിയും. ഇതാണ് ഉണ്ണി, ഇത് വിജി. അപ്പൊ ഇവർ രണ്ടാളുമാണ് യൂസഫിന്റെ ഫ്രണ്ട്സ്. അപ്പൊ ഇവർ രണ്ടാളും ഓടി വരികയാണ് അല്ലെ. എന്ത് പറഞ്ഞിട്ടാ ഓടി വരുന്നത്, ഞങ്ങൾക്ക് ഇത് കിട്ടിയേ എന്ന് പറഞ്ഞിട്ടല്ലേ, വി ഹാവ് ഗോട്ട് ഇറ്റ് ഞങ്ങൾക്ക് ഇത് കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പൊ എന്താ കിട്ടിയത് അവർക്ക്, വാക്കറാണ് കിട്ടിയത് അല്ലെ. അപ്പൊ ഇത് കണ്ട യൂസഫ് ചോദിക്കുകയാണ് എന്താണിത് എന്ന് ചോദിക്കുകയാണ്, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആരാ പറയണത്, ഉണ്ണി പറയാണ് ഇതാണ് വാക്കർ. ഇത് കയ്യിൽ കണ്ടില്ലേ, ഇതാണ് കേട്ടോ, ഇതാണ് വാക്കർ, ഡോക്ടർ അങ്കിളാണ് ഇത് തന്നത്. അപ്പൊ സേറയ്ക്ക് ഇത് ഉപയോഗിച്ച് നടക്കാം എന്ന് നമ്മുടെ ഉണ്ണി പറയുകയാണ്. അപ്പൊ യൂസഫ് എന്ത് ചെയ്തു, ഫ്രണ്ട്സിന് താങ്ക്സ് പറയാണ്. താങ്ക് യു ഫ്രണ്ട്സ്, യൂസഫ് സെഡ്. ഹാവ് യു സീൻ പീപ്പിൾ വാക്ക് യൂസിങ് എ വാക്കർ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാക്കർക്ക് ഉപയോഗിച്ച് ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ. നമ്മുടെ ഒരുപാട് വയസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ഓൾഡ് ഏജ് ആയ ആൾക്കാർ, അതുപോലെ നടക്കുന്ന ഫ്രാക്ചർ ആയ ആൾക്കാരൊക്കെയാണ് വാക്കർ ഉപയോഗിച്ചിട്ട് നടക്കുന്നത്. ഓക്കെ, വേർ വിൽ സേറ ഗോ യൂസിങ് ദ വാക്കർ, അപ്പൊ സേറയ്ക്കും ഇതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അല്ലെ. അപ്പൊ സേറ വാക്കർ ഉപയോഗിച്ചിട്ട് എവിടേക്കാണ് പോവുക, റിവർ സൈഡ്, ടു ദ റിവർ സൈഡ്. നെക്സ്റ്റ് പേജിൽ നോക്കൂ, വാക്കർ ഉപയോഗിച്ചിട്ട് സേറ നടക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്, യൂസഫ്, സേറ, പിന്നെ വിജി ഉണ്ട്, ഉണ്ണി ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെല്ലാരും കൂടെ നടക്കണം. ഇവരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, ടു ദ റിവർ സൈഡിലേക്ക് അല്ലെ, പുഴയുടെ കരയിലേക്ക് പോവുകയാണ്. എന്ത് കാണാൻ പോവുകയാണ് ഇവരെല്ലാരും കൂടെ, പീകോക്സിനെ കാണാനാണ് പോകുന്നത്. How will I walk with this? Sarah asked. It's very simple. Use both the hands. Stand inside the walker. Sarah walked slowly. She was very happy. Yusuf walked on her right. Viji walked on her left.
ഉണ്ണി followed them. All of them walked down the road. അപ്പൊ ഈ നമ്മുടെ walker കണ്ടിട്ട് സേറ ചോദിക്കുകയാണ് ഞാൻ ഇത് ഉപയോഗിച്ച് എങ്ങനെ നടക്കുക എന്ന് സേറ ചോദിച്ചു. അപ്പൊ എങ്ങനെ നടക്കേണ്ടതെന്ന് അവര് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ സിമ്പിൾ ആണ് ഇത് ഉപയോഗിച്ച് നടക്കാൻ. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് 2 കൈകൾ ഇതുപോലെ പിടിച്ചിട്ട് പതുക്കെ നടക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ നമ്മൾ സേറ എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ നടക്കാൻ തുടങ്ങി. അവൾക്ക് വളരെയധികം സന്തോഷമായി. പതിയെ പതിയെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ യൂസഫ് അവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് സേറയെ കൊണ്ടുപോകുന്നത്. യൂസഫ് എന്ത് ചെയ്തു, യൂസഫ് അവളുടെ റൈറ്റ് സൈഡിൽ വലത് സൈഡ് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിജി അവളുടെ ലെഫ്റ്റ് സൈഡ് ഇടത് സൈഡ് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവരുടെ പുറകിലായിട്ട് ആരുണ്ട്, ഉണ്ണിയുമുണ്ട്. ഇവര് 4 ആളും കൂടി റിവർ സൈഡിലേക്ക് റോഡിലൂടെ നടന്നു പോവുകയാണ്. വൈ ഈസ് സേറ വെരി ഹാപ്പി? അപ്പൊ സേറ വളരെയധികം ഹാപ്പി ആയി അല്ലേ? എന്തുകൊണ്ടാണ്? അവൾക്ക് പതുക്കെ പതുക്കെ നടക്കാൻ, വാക്കർ ഉപയോഗിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ പീകോക്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് സേറ വളരെയധികം ഹാപ്പി ആയത്. How did the children take care of Sarah? അപ്പോൾ എന്താണ് ആൻസർ എന്താണ്? ഷീ ക്യാൻ വാക്ക് യൂസിങ് ദ വാക്കർ. വാക്കർ ഉപയോഗിച്ച് അവർക്ക് നടക്കാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ വളരെയധികം ഹാപ്പി ആയി. How did the children take care of Sarah? സേറ എങ്ങനെയാണ് കുട്ടികൾ ശ്രദ്ധിച്ചത് എങ്ങനെയാണ്? യൂസഫ് walked on her right, വിജി walked on her left, ഉണ്ണി followed them. നോക്കൂ, എന്നിട്ട് അവർ പീകോക്സിനെ കണ്ടോ നോക്കൂ. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. Green fields, swaying trees, singing birds. Sarah walked enjoying the sights and sounds. Wow, finally we have reached, Yusuf said. But where are the peacocks? Sarah asked, looking around. അങ്ങനെ അവർ നടന്ന് വരികയാണ്. റോഡിലൂടെ നടന്ന് വരികയാണ്, റിവർ സൈഡിലേക്ക് വരികയാണ്. അതിനിടയിൽ സാർ എന്തൊക്കെ കണ്ടു? ഗ്രീൻ ഫീൽഡ്സ് അല്ലെ? ഗ്രീൻ ഫീൽഡ് പറഞ്ഞാൽ എന്താണ്? പച്ച പാടങ്ങള്, അതുപോലെ കാറ്റത്ത് ആടുന്ന മരങ്ങള്, അതുപോലെ എന്തെല്ലാം കേൾക്കുകയാണ്, ബേർഡ്സിന്റെ പാട്ടല്ല അല്ലെ? സിംഗിങ് ബേർഡ്സ്, പാട്ട് പാടുന്ന പക്ഷികൾ അല്ലെ? ബേർഡ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവളെല്ലാം വളരെയധികം എല്ലാ കാഴ്ചകളും ശബ്ദങ്ങളും എല്ലാം എൻജോയ് ചെയ്തിട്ട് വളരെയധികം സന്തോഷിച്ച് വരികയാണ്. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു? പുഴക്കരയിൽ എത്തി. Wow, finally we have reached, യൂസഫ് said. അപ്പൊ യൂസഫ് പറയുന്ന അവസാനം നമ്മളിവിടെ എത്തി എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ സേറ ചോദിച്ചു എവിടെയാ പീകോക്സ് എല്ലാം എവിടെയെന്ന് സേറ ചോദിക്കുകയാണ്. അവരെല്ലാം ചുറ്റും നോക്കുകയാണ്, പീകോക്സ് കാണാൻ വേണ്ടി ചുറ്റും നോക്കുകയാണ്. What sights did Sarah see? എന്തൊക്കെ കാഴ്ചകളാണ് സേറ കണ്ടത്? എന്തൊക്കെയാ? ഗ്രീൻ ഫീൽഡ്സ്, swaying trees, singing birds. Will Sarah see the peacocks? സേറ പീകോക്സിനെ കണ്ടോ? No, ഇല്ല അല്ലെ? പീകോക്സിനെ കണ്ടില്ല. നോക്കൂ, നെക്സ്റ്റ് പേജ് നോക്കിക്കേ. Yusuf, Unni and Vijay looked around. There were no peacocks. Suddenly they heard a cry. It's a peacock, Vijay said. Oh dear, it's from the other side of the river, said Unni. Can I see the peacock? Sarah asked. Yusuf, Unni and Vijay looked at one another. അപ്പോൾ നമ്മുടെ പീകോക്സ് എവിടെയെന്ന് സേറ ചോദിച്ചപ്പോൾ യൂസഫും ഉണ്ണിയും വിജയും എല്ലാം നോക്കുകയാണ് അല്ലെ? പീകോക്സ് എവിടെയല്ലേ കണ്ടത്? പീകോക്സിനെ എവിടെ? പീകോക്സ് വേണ്ടി ചുറ്റും നോക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു പീകോക്സിനെയും കണ്ടില്ല. There were no peacocks. അവിടെ ഒന്നും ഒരു പീകോക്സും ഉണ്ടായിരുന്നില്ല, ഒരു മയിലും ഇല്ല അല്ലെ? അപ്പൊ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്, ഒരു കരച്ചിൽ കേട്ടത്. അതായത് പീകോക്സിന്റെ കരച്ചിൽ കേട്ടത്, പീകോക്സ് ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടത്. അപ്പൊ നമ്മുടെ വിജി പറയാണ് അത് പീകോക്സിന്റെ ശബ്ദമാണെന്ന് പറയാണ്. ഉണ്ണി എന്താ പറയണത്? അയ്യോ, അത് എവിടെയാണുള്ളത്? പുഴയുടെ അക്കരയാണുള്ളത്. അതായത് വിരി നിൽക്കുന്ന സൈഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്, മറ്റേ കരയിലാണ് ഉള്ളത്, റിവറിന്റെ അതർ സൈഡിലാണ് ഉള്ളത് പീകോക്സ് എന്ന് പറയാണ്. അപ്പൊ സേറ ചോദിക്കുകയാണ് എനിക്ക് പീകോക്കിനെ കാണാൻ കഴിയോ എന്ന് സേറ ചോദിക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ സേറയ്ക്ക് പുഴയുടെ അക്കരെ കിടക്കണം അല്ലെ? ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് സേറ ചോദിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ യൂസഫും ഉണ്ണിയും വിജയും എല്ലാം പരസ്പരം നോക്കുകയാണ് സേറ ചോദിക്കുന്നത് കേട്ടിട്ട്. ഹാവ് യു ഹിയർഡ് എ പീകോക്സ് ക്രൈ? പീകോക്സ് ഉണ്ടാക്കുന്ന കരച്ചിൽ, പീകോക്സിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാൻ ദ ചിൽഡ്രൻ റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ റിവർ? അപ്പൊ കുട്ടികളെല്ലാരും കൂടെ പുഴയുടെ അക്കരെ എത്തി പീകോക്സിനെ കണ്ടു കാണോ? വിൽ എനിവൺ ഹെൽപ് ദം? അവരെ സഹായിക്കാൻ ആരെങ്കിലും വന്നോ? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ നോക്കിയ പുഴയുടെ കരയിൽ നിൽക്കുകയാണല്ലേ അവര്. അപ്പൊ അവിടെ നിന്ന് അതാ ഒരു തോണി വരുന്നുണ്ട്. അപ്പൊ ആരാണ് ആ തോണി തുഴഞ്ഞു വരുന്നത് നോക്കൂ. ലുക്ക്, വിൽസൺ അങ്കിൾ ഇസ് കമ്മിങ്, യൂസഫ് ക്രൈഡ് ഔട്ട് ഇൻ ജോയ്. അങ്കിൾ പ്ലീസ് ഹെൽപ്പ് us, ഉണ്ണി said. How? Wilson uncle asked. Sarah want to see peacocks, Vijay said. Don't worry, I will help you. Come on, get into the boat. Wilson uncle helped Sarah get in. The boat moved gently. അപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആര് വരുന്നത്? അവിടെ ബോട്ടിൽ ആരാ വരുന്നത്? വിൽസൺ അങ്കിൾ വരികയാണ്
പറയുകയാണ് അല്ലെ. അപ്പൊ യൂസഫ് വളരെ സന്തോഷത്തോടു കൂടെ പറയണം, അതാ വിൽസൺ അങ്കിൾ വരുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ ഉണ്ണി വേഗം അങ്കിളിനെ വിളിച്ചു, അങ്കിൾ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് വിൽസൺ അങ്കിളിനെ വിളിക്കുകയാണ്. അപ്പൊ വിൽസൺ അങ്കിൾ ചോദിച്ചു, ഞാൻ എങ്ങനെ സഹായിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ വിജി പറഞ്ഞു, സേരയ്ക്ക് പീകോക്സിനെ കാണണം, മയിലുകളെ കാണണം. അപ്പൊ എന്താ പറയുക, നമ്മുടെ അങ്കിൾ എന്താ പറയുക, വിൽസൺ അങ്കിൾ പറയാണ്, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം, എല്ലാവരും വേഗം ബോട്ടിൽ കയറൂ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ സേരയ്ക്ക് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വിൽസൺ അങ്കിൾ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പതുക്കെ ബോട്ട് മൂവ് ചെയ്യാണ്. എങ്ങോട്ടാ പോണത്? റിവറിന്റെ അതർ സൈഡിലേക്ക് പോവാണ്. ഹാവ് യു എവർ ട്രാവൽ ബൈ ബോട്ട്? വിൽ ദ ചിൽഡ്രൻ സീ പീകോക്സ്? അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ബോട്ടിൽ കയറിയിട്ടുണ്ടോ? ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? വിൽ ദ ചിൽഡ്രൻ സീ പീകോക്സ്? കുട്ടികൾക്ക് മയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പീകോക്സിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവോ? നോക്കിക്കേ, ഏതാണ്ടോ അവരെല്ലാരും കൂടെ റിവറിന്റെ അതർ സൈഡ് പോവുകയാണ്. അപ്പൊ ആരൊക്കെയാണ് ഈ ബോട്ടിലുള്ളത്? വിൽസൺ അങ്കിൾ ഉണ്ട്, അതേപോലെ നമ്മുടെ യൂസഫും സേറയും വിജിയും ഉണ്ണിയും ഉണ്ട് അല്ലെ. Who can sing a song? Wilson uncle asked. I will sing, said Sarah. Sarah started singing. Yusuf, Unni and Viji clapped in rhythm. അപ്പോൾ നമ്മുടെ വിൽസൺ അങ്കിൾ ചോദിക്കുകയാണ്, ആരാ പാട്ട് പാടുക, ഇതിൽ ആരാ പാട്ട് പാടുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സേറ പറഞ്ഞു, ഞാൻ പാടാന്ന് പറഞ്ഞു. അങ്ങനെ സേറ പാട്ട് പാടാൻ തുടങ്ങി. യൂസഫും ഉണ്ണിയും വിജിയൊക്കെ എന്ത് ചെയ്തു? പാട്ടിനനുസരിച്ച് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. What will you do when you are happy? അപ്പൊ അവർ സന്തോഷമായിട്ട് ഒരു പാട്ടൊക്കെ പാടി പോവാണ് അല്ലെ. What will you do when you are happy? അപ്പൊ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക? സിങ് ചെയ്യും, ഡാൻസ് ചെയ്യും അല്ലെ, എന്തൊക്കെ ചെയ്യും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് പേജ്. അപ്പൊ നമ്മുടെ സേറ പാട്ട് പാടണം. ആ പാട്ടാണ്, ആ പോയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4 സ്റ്റാൻസിലായിട്ട് പോയമാണ് തന്നിരിക്കുന്നത്. അപ്പൊ റീഡ് ചെയ്യാം. റോ 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 യുവർ ബോട്ട് ജെന്റ്ലി ഡൗൺ ദ സ്ട്രീം, മെർലി 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 ലൈഫ് ഇസ് ബട്ട് എ ഡ്രീം. Row, row, row your boat gently up the creek. If you see a little mouse, don't forget to squeak. Row, row, row your boat gently down the stream. If you see a crocodile, don't forget to scream. Row, row, row your boat gently to the shore. If you see a peacock, don't forget to greet. ഇവിടെ ചില വേർഡ്സ് ശ്രദ്ധിക്കുക. നമ്മൾ സ്ട്രീം, ക്രീക്ക്, ഇതെല്ലാം നമ്മൾ എന്തിനാ അരുവിനെ പറയണതാണ്. ഓക്കെ, അതായത് ചെറിയ ചെറിയ അരുവികളെ നമ്മൾ പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ സ്ട്രീം, ക്രീക്ക് ഒക്കെ. അതേപോലെ നമ്മൾ എന്താണ് സ്ക്യൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ നിലവിളിക്കുക, ചെറിയ ശബ്ദത്തിലൊക്കെ നിലവിളിക്കുന്നതിന് നമ്മൾ സ്ക്യൂക്ക് എന്ന് പറയും. പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ക്രൊക്കഡൈൽ എന്ന് വെച്ചാൽ എന്താ മുതലെന്നെ പറയണതാണ്. മുതലെ കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ ഉറക്കെ നിലവിളിക്കും അല്ലെ, വലിയ ശബ്ദത്തിൽ നിലവിളിക്കും. അതാണ് നമ്മൾ സ്ക്രീം എന്ന് പറയുന്നത്. ഷോർ എന്ന് വെച്ചാൽ തീരം. അപ്പൊ പുഴയുടെ തീരത്തെത്തുമ്പോൾ എന്നാണ് ഇവിടെ ഷോർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീരത്തെത്തി കഴിഞ്ഞാൽ ആരെ കാണും? പീകോക്സിനെ കാണും. പീകോക്സിനെ കണ്ടാൽ എന്ത് ചെയ്യാൻ മറക്കരുത്? ഗ്രീറ്റ് ചെയ്യാൻ, വിഷ് ചെയ്യാൻ മറക്കരുത് എന്നാണ് പറയണത്. ഓക്കെ, നെക്സ്റ്റ് പേജ്. അങ്ങനെ നമ്മുടെ സേര റിവറിന്റെ അതർ സൈഡ് എത്തി അല്ലെ. സേരയും യൂസഫും വിജിയും ഒക്കെ അതർ സൈഡ് എത്തി. അപ്പൊ ആരവിടെ ഹെൽപ്പ് ചെയ്തത്? ആരാ? വിൽസൺ അങ്കിൾ. The boat reached the other side. Unni, Yusuf and Viji jumped out of the boat. Wilson uncle helped Sarah to get out of it. Where are the peacocks? She asked. അങ്ങനെ ബോട്ട് റിവറിന്റെ അതർ സൈഡ് എത്തി. ഉണ്ണിയും യൂസഫും വിജിയും വേഗം ബോട്ടിൽ നിന്ന് ജമ്പ് ചെയ്ത് ചാടി ഇറങ്ങി. വിൽസൺ അങ്കിള് സേരയെ ഹെൽപ്പ് ചെയ്തു അല്ലെ, പുറത്ത് നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ സേരയെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മുടെ സേര വേഗം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എവിടെ പീകോക്സ് എവിടെയെന്ന് ചോദിക്കുകയാണ്, മയിലുകളൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. വാട്ട് വുഡ് മദർ സേ ഇഫ് ഷീ ന്യൂ അബൌട്ട് ദ ബോട്ട് ജേർണി? അപ്പൊ നമ്മുടെ സേരയുടെ അടുത്തും യൂസഫിന്റെ അടുത്തും അവരുടെ അമ്മ ഈ ബോട്ട് ജേർണിനെ കുറിച്ചിട്ട് അറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ ചോദിക്കും? ആരാണ് നിങ്ങളെ ബോട്ടിൽ കൊണ്ടുപോയത് അല്ലെ, ആരാ കൊണ്ടുപോയത്, നിങ്ങൾ എന്തിനാണ് റിവറിന്റെ അതർ സൈഡ് പോയത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അമ്മ ചോദിക്കുക. നോക്കൂ, നെക്സ്റ്റ് പേജിൽ അവർ പീകോക്സിനെ കണ്ടോ? Look there, Yusuf said. What is that? Sarah asked anxiously. A beautiful peacock. Its blue feathers shone in the sunlight. Hey, look. 1, 2, 3, 4. Unni counted. അപ്പൊ എന്താ ചോദിക്കുന്നത്? എവിടെ മയിലുകൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് യൂസഫ് പറയുന്നത്, നോക്ക്, അത് നോക്ക്. അപ്പൊ സേറ വളരെ അത്ഭുതത്തോടു കൂടെ നോക്കുകയാണ്. എന്താ അതെന്ന് നോക്കുകയാണ്. അപ്പൊ എന്താ ഇവർ കണ്ടത്? ഒരു മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോക്ക് കണ്ടു അല്ലെ. അപ്പൊ അതിന്റെ ചിറകുകൾ, അതിന്റെ ഫെതേഴ്സിലൊക്കെ സൺലൈറ്റ് തട്ടിയിട്ട്, സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് ഷൈൻ ചെയ്ത് തിളങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി എന്ത് ചെയ്തു? ഒരു മയിലല്ല, ഒരു പീക്കോക്കല്ല, ഒരുപാടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അവര് കൗണ്ട് ചെയ്യണം, എണ്ണി നോക്കണം. 1, 2, 3, 4 പറഞ്ഞിട്ട് എണ്ണുകയാണ്. ഹൗ മെനി പീകോക്സ് ഡിഡ് ദേ സീ? എത്ര പീകോക്സ് ആണ് അവർ കണ്ടത്? നോക്കൂടെ, എത്ര പീകോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? 4 എണ്ണം. 1, 2, 3, 4. വാട്ട് വർ ദി പീകോക്സ് ഡൂയിങ്? പീകോക്സ് എന്താ ചെയ്യുന്നത്? ദ പീകോക്സ് ആർ
ഡാൻസിങ്. പീകോക്ക് എന്താ ചെയ്യുന്നത്? ഡാൻസിങ് ചെയ്യുന്നു അല്ലെ? നോക്കൂ, the peacocks spread their feathers, they started dancing. Sarah, look, they are dancing for you, said Yusuf. All the friends were happy, they too danced in gay. അപ്പൊ പീകോക്സ് എന്താ ചെയ്യുന്നത്? അതിന്റെ ചിറകുകൾ ഫെദേഴ്സ് ഒക്കെ വിടർത്തി ഡാൻസ് ചെയ്യാണ് അല്ലെ? അപ്പൊ യൂസഫ് പറയാണ്, സെറ നോക്കൂ, ആ പീകോക്സ് നിനക്ക് വേണ്ടിയാണ് ഡാൻസ് ചെയ്യുന്നത് പറയാണ്. അങ്ങനെ അവർക്കെല്ലാം വളരെയധികം സന്തോഷമായി. അവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഡാൻസ് ചെയ്യാൻ തുടങ്ങി അല്ലെ? അതായത് നമ്മുടെ യൂസഫും വിജിയും ഉണ്ണിയും ഒക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി, സന്തോഷത്തോടു കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം സേറയ്ക്കും ഫ്രണ്ട്സിനും പീകോക്സ് കാണാൻ കഴിഞ്ഞു അല്ലെ? അതായത് നമ്മുടെ സേറയ്ക്ക് പീകോക്സിനെ കാണാൻ കഴിഞ്ഞു. അവൾ വളരെയധികം ഹാപ്പിയായി. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സേറാസ് ഡേ ഔട്ട് എന്നുള്ള ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? നമ്മുടെ സേറയും അതുപോലെ സേറയുടെ ബ്രദർ യൂസഫിനെയും ഫ്രണ്ട്സ് ആരൊക്കെയാണ്? വിജിനും ഉണ്ണിനെയൊക്കെ ഇഷ്ടമായില്ലേ? അപ്പൊ നിങ്ങൾക്ക് കഥ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്